ഹലോ, എൻ്റെ പേര് ആഷിഫ് എന്നാണ്. ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ട്രിപ്പിൾ അക്കാഡമിക് ഹെഡാണ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അല്ലേ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും എന്താണ് ട്രിപ്പിൾ ഗോദ ബാച്ച് എന്ന് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഗോദ ബാച്ചിനെ കുറിച്ച് പറയാനാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഒരു വീഡിയോ ഉണ്ടാവുന്നത്. അപ്പോൾ ശരിക്കും ഈ ഗോദ ബാച്ച് എന്നുള്ളത് ശരിക്കും +2 കൊമേഴ്സ് സ്റ്റുഡൻസിനുള്ളതാണ്. +2 കൊമേഴ്സ് സ്റ്റുഡൻസ്, അതായത് 2025-26 കാലഘട്ടത്തിൽ +2 പഠിക്കുന്ന, അതായത് 2026 മാർച്ചിൽ ഫൈനൽ എക്സാം വരൂലേ +2ൻ്റെ, അവർക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു കോഴ്സാണ് ഗോദ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ +2 ഫൈനൽ എക്സാം മാത്രമല്ല കേട്ടോ, അതിൻ്റെ ടേം എക്സാമും ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, മോഡൽ എക്സാം ഇതെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ഗോദ ബാച്ച്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിന് ഫസ്റ്റ് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഗോദ ബാച്ച് എടുക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഏതൊക്കെ സബ്ജക്റ്റുകളായിരിക്കും നമ്മൾ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതായിരിക്കും ഇവിടെ. അപ്പോൾ അക്കൗണ്ടൻസി ഉണ്ട്, ബിസിനസ് സ്റ്റഡീസ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ അക്കൗണ്ടൻസി നമുക്ക് എടുക്കുന്നത് ബിൻസി മിസ്സും ശ്രുതി മിസ്സും കൂടിയിട്ടാണ്. ബിസിനസ് സ്റ്റഡീസ് അനസിയ മിസ്സും റൈച്ചല മിസ്സും, എക്കണോമിക്സ് മരിയ മിസ്സും വിഷ്ണു സാറും, അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബ്രിജിത മാം ഉണ്ടാവും, ബ്രിജിത മിസ് ഉണ്ടാവും, ഇംഗ്ലീഷ് ഹരി സാർ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഇതായിരിക്കും നിങ്ങളുടെ ടീച്ചേഴ്സ്. ഈ ടീച്ചേഴ്സ് തന്നെ ആണ് നമ്മുടെ ട്രിപ്പിൾ +2 യൂട്യൂബ് ചാനലുണ്ട്, അതിലുള്ള ക്ലാസ്സുകളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ക്ലാസ്സുകളൊക്കെ അവിടെ പോയി കാണാം, അവർ ആൾറെഡി എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ കാണാം, അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇവർ തന്നെയായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക, അതിൻ്റെ റിവിഷൻസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി എന്തായിരിക്കും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയേണ്ട മറ്റൊരു കാര്യം, 2025-26 ക്ലാസ്സുകൾ എങ്ങനെയാണ് അല്ലേ, ഈ ഒരു ഗോദ ബാച്ചിലെ ക്ലാസ്സുകൾ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ശരിക്കും എക്സാം ഫോക്കസ്ഡ് ആയിട്ടുണ്ട്, കോൺസെപ്ച്വൽ അല്ലേ ക്ലാരിറ്റിയോട് കൂടെ ഏറ്റവും ഈസി ആയിട്ടൊരു കുട്ടിക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന്, അതിന് വേണ്ടിയിട്ട് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ, അതിനുള്ള പിക്ചേഴ്സ്, PPTs ഇതെല്ലാം വെച്ചിട്ടാണ് ഈ ഒരു ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ക്ലാസ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ +2 കൊമേഴ്സ് എക്സാമിൽ നിങ്ങൾക്ക് A+ നേടാൻ വേണ്ടിയിട്ടുള്ള അല്ലേ, നിങ്ങളിത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഫുൾ A+ എന്നുള്ള രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റുകൾക്ക് എന്തായാലും നിങ്ങൾക്ക് A+ ഉണ്ടാവും. ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഈ ക്ലാസ്സുകളെല്ലാം ഇവരെടുക്കുന്ന പ്രിപ്പറേഷൻസും അതുപോലെ തന്നെ ക്ലാസ്സുകളും ഒക്കെ ഉള്ളത്. ഇനി ഈ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് സ്റ്റുഡിയോയിലാണ്. അപ്പോൾ സ്റ്റുഡിയോ ബേസ്ഡ് ആണ്, റെക്കോർഡഡ് ക്ലാസ് ആണ്, അല്ലാതെ ഓൺ ചെറിയ ക്യാമറ ക്ലാസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. നല്ല സൂപ്പർ സ്റ്റുഡിയോയിൽ വെച്ചിട്ടുള്ള അടിപൊളി റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും ആപ്പ് ത്രൂ നിങ്ങൾക്ക് ഉണ്ടാവുക. ട്രിപ്പിൾ ആപ്പ് ത്രൂ ആയിരിക്കും ഈ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. കൂടുതൽ ക്ലാസ്സുകളും ഇതിലെ ഒരു മേജർ ക്ലാസ്സുകളും ഷോർട്ട് വീഡിയോസ് ആയിട്ട് തന്നെയാണ്, അതായത് ബോറടിപ്പിക്കാത്ത രീതിയിൽ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട്, ചെറിയ ചെറിയ കണ്ടന്റുകളായിട്ട്, കോൺസെപ്ച്വൽ വീഡിയോസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നോർമലി 5 to 20 minutes ഒരു വീഡിയോ ഉണ്ടാവുന്ന രീതിയിലാണ്. ചില വീഡിയോസൊക്കെ കുറച്ച് അങ്ങോട്ട് പോവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അക്കൗണ്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യനൊക്കെ സോൾവ് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് വരെ ആ വീഡിയോയുടെ ഡ്യൂറേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് 20 minutes അപ്പുറത്തോട്ട് പോകാം. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇംഗ്ലീഷിൻ്റെ ചില വീഡിയോസും എന്തുണ്ട് ഈ 20 minutes അപ്പുറത്ത് പോയിട്ടുണ്ട്. അല്ലാതെ നോക്കുവാണെങ്കിൽ മേജർ വീഡിയോസും ഒരു 5നും 20ക്കും ഇടയ്ക്കുള്ള മിനിറ്റ്സിൽ തന്നെയാണ് ആ വീഡിയോസൊക്കെ തീരുന്നുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഷോർട്ട് വീഡിയോസാണ്. പിന്നെ എങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ ടൈം ടേബിൾ ഉണ്ടാവില്ലേ, നിങ്ങൾക്ക് ഇത് പഠിക്കണ്ടേ, അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു ടൈം ടേബിളും കാര്യങ്ങളൊക്കെ വേണ്ടേ, അല്ലെങ്കിൽ ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷെഡ്യൂൾ വേണ്ട. അപ്പോൾ ആ ഷെഡ്യൂൾ കാര്യങ്ങളൊക്കെ ഇവിടെ അക്കാഡമിക് ടീം, നമ്മുടെ കോർഡിനേറ്റേഴ്സ് ഇവരെല്ലാം കൃത്യമായിട്ട് തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ സ്കൂൾ ടൈം ടേബിൾ അല്ലെങ്കിൽ ടേം എക്സാംസിൻ്റെ ഒക്കെ ബേസിസിൽ ഇത്ര കംപ്ലീറ്റ് ചെയ്യണം, ഓണത്തിന് മുമ്പ് എത്ര കംപ്ലീറ്റ് ചെയ്യണം, ക്രിസ്മസ് എക്സാമിൻ്റെ മുമ്പ് എത്ര കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെയല്ലേ. അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് ആണ് എന്ത് ചെയ്യുള്ളത്, അത്തരം പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിന് നിങ്ങളുടെ ടേം എക്സാംസ് ഒക്കെ ഏറ്റവും നന്നായിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അത് കാണാനുള്ള ഷെഡ്യൂള് കാര്യങ്ങളൊക്കെ ഈ ഒരു ബാച്ചിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ക്ലാസ് ഷെഡ്യൂള്, ടൈം ടേബിള്, സ്റ്റുഡൻസിന് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പുകളിൽ
എന്തുണ്ടാവും, ഡെയിലി ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഡെയിലി അതിൻ്റെ ഇന്ന് ഏതാണ് വീഡിയോ കാണേണ്ടത്, അല്ലെ നാളെ ഏതാണ് വീഡിയോ ആണ് കാണേണ്ടത്, ഏത് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ലൈവ് ഉണ്ടെങ്കിൽ ലൈവിൻ്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ വാട്സാപ്പ് കമ്മ്യൂണിക്കേഷൻസ് ആയിരിക്കും ഉണ്ടാവുക, ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിൽ കോർഡിനേറ്റർ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, അന്ന് എന്താ പറയുക, ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ, കാണേണ്ട ക്ലാസ്സുകൾ, ഈ ഡീറ്റെയിൽസൊക്കെ അവിടെ തരുന്നുണ്ടാവും. ഓക്കെ, ദെൻ ഇതാണ് ടീച്ചേഴ്സിൻ്റെ കാര്യം ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആരാണ്? അക്കൗണ്ടൻസിക്ക് ബിൻസി മിസ്സും ശ്രുതി മിസ്സും ആണ്. ബിസിനസ് സ്റ്റഡീസ് അനസയും റൈസ്ല മിസ്സും അനസിയ മിസ്സും ആണ്. എക്കണോമിക്സ് മരിയയും മിസ്സും വിഷ്ണു സാറുമാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബ്രിജിത മിസ്സാണ്. ഇംഗ്ലീഷ് ഹരി സാറാണ്. അപ്പോൾ ഇവരുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് എവിടെ തന്നെ അവൈലബിൾ ആണ്. നമ്മുടെ ട്രിപ്പിൾ +2ൻ്റെ കൊമേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അവരുടെ ക്ലാസ്സിൻ്റെ രീതി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ അപ്പോൾ നമ്മൾ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു. ക്ലാസ് എങ്ങനെയാണ്? റെക്കോർഡഡ് ക്ലാസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് എങ്ങനെയായിരിക്കും അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു അല്ലേ. സ്റ്റുഡിയോ ബേസ്ഡ് റെക്കോർഡ് ക്ലാസ് ആണ്. ഇത് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ ടൈം ടേബിളിനനുസരിച്ച് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് തന്നെ കണ്ടുപോവാം. ചെറിയ ചെറിയ വീഡിയോസ് ആണ്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ കൂടെ പറഞ്ഞു. ഇനിയുള്ളത് എന്താണ്, ലൈവ് സെഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. ലൈവ് സെഷൻ എന്ന് പറഞ്ഞാൽ റെക്കോർഡഡ് മാത്രമാണോ, നമുക്ക് നമ്മുടെ ടീച്ചേഴ്സുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ള ഡൗട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും അതിൻ്റെ ലൈവ് റിവിഷൻ വരും, ചാപ്റ്റർ വൈസ് റിവിഷൻ വരും. അത് ഒരു സെഷനായിട്ടോ 2 സെഷനായിട്ടോ ഓരോ ചാപ്റ്ററും എങ്ങനെയാണോ ഡിമാൻഡ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും ലൈവ് നടക്കുന്നുണ്ടാവുക. ആ ഒരു രീതിയിലായിരിക്കും ചാപ്റ്റർ വൈസ് റിവിഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. സെയിം ടീച്ചേഴ്സ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം ടീച്ചേഴ്സ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ലൈവ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ലൈവ് സെഷനിൽ വരുന്നുണ്ടാവുക. നോർമലി നമ്മൾ നടത്തുന്ന ലൈവ് വീക്ക്ലി ട്വൈസ് ആണ്. വെനസ്ഡേയും സാറ്റർഡേ ആണ് ആ ലൈവ് നടത്താറുള്ളത്. അപ്പോൾ ഈ വീക്കിൽ ഏതൊക്കെയാണ്, ഈ വെനസ്ഡേ ഏതാണ്, അടുത്ത സാറ്റർഡേ ഏതാണ് എന്നുള്ളതൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങളെ ഇൻറ്റിമേറ്റ് ചെയ്യും, നിങ്ങളെ ഇൻഫോം ചെയ്തുകൊണ്ടിരിക്കും. ദെൻ ഡൗട്ട് ക്ലിയറിംഗ് സെഷനും ആ ലൈവ് സെഷനിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ആയിട്ട് തന്നെ ഉപയോഗിക്കാം. കാരണം നിങ്ങളുടെ ടീച്ചേഴ്സ് അവിടെ ഉണ്ടാവും. അപ്പോൾ ടീച്ചേഴ്സുമായിട്ട് നിങ്ങൾക്ക് അവിടെ ഇൻറ്ററാക്ട് ചെയ്യാം. സോ നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് വരാം. അതുപോലെ തന്നെ ഡൗട്ട്സ് ക്ലിയറിങ്ങിൻ്റെ സെഷനിൽ നിങ്ങൾക്ക് എന്തായാലും ലൈവിൽ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ചോദിക്കാം കേട്ടോ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ കുറച്ചും കൂടെ പ്ലാൻ ചെയ്ത് കുറച്ചും കൂടെ പ്രിപ്പയർഡായി ഏത് ഭാഗമാണ് കുട്ടികൾക്ക്, ഏത് പാർട്ടാണ് കുട്ടികൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോർഡിനേറ്റർ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ ദ ഡേ ബിഫോർ ദ ലൈവ് ഒരു ഗൂഗിൾ ഷീറ്റ് പ്രൊവൈഡ് ചെയ്യും. ആ ഗൂഗിൾ ഷീറ്റിൽ നിങ്ങൾക്ക് കൂടുതൽ ഏത് ഏരിയ ആണ് ആ ഒരു സബ്ജക്റ്റിൽ ഡൗട്ട് ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റെസ്പോൺസ് ഷീറ്റ് നേരെ എത്തുന്നത് നമ്മുടെ ടീച്ചേഴ്സിനായിരിക്കും. അപ്പോൾ ടീച്ചേഴ്സിന് മനസ്സിലാവും, ഓക്കെ ഏത് ഏരിയ ആണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ആ ഒരു പാർട്ട് നിങ്ങൾ എടുക്കുക. ഡേ ബിഫോർ ദ ലൈവ് നമ്മൾ ഷെയർ ചെയ്യുന്ന ഗൂഗിൾ ഷീറ്റിനെ നിങ്ങൾ വളരെ ആത്മാർത്ഥത കൂടി അപ്രോച്ച് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ കുട്ടികൾ, അപ്പോൾ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ടൈം കൂടുതൽ പേർക്ക് ഡൗട്ട് ഉള്ള സെഷനിലോട്ട് അവർക്ക് നീക്കി വെക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ലൈവ് സെഷൻ നടക്കുക. അപ്പോൾ ലൈവ് സെഷൻ എങ്ങനെയാണ്, ചാപ്റ്റർ വൈസ് റിവിഷൻ ആണ്, സെയിം ടീച്ചേഴ്സ് തന്നെയാണ്, വീക്ക്ലി ട്വൈസ് ആണ് സാധാരണ നടക്കാറുള്ളത്. വെനസ്ഡേ ആൻഡ് സാറ്റർഡേ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ വിത്ത് റിവിഷൻ ആണ്. ഗൂഗിൾ ഷീറ്റ് നമ്മൾ മുൻകൂട്ടി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ അതിലൂടെ നിങ്ങളുടെ ഡൗട്ട് കൂടുതലുള്ള സെഷൻസും കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ റെസ്പോൺസൊക്കെ ടീച്ചേഴ്സിന് തന്നെ കിട്ടും. അവർക്ക് കുറച്ചും കൂടെ ഏത് പാർട്ടാണ് നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത് എന്നുള്ള ഒരു പ്ലാൻ ചെയ്തിട്ട് ഇതിലോട്ട് വരാനും പറ്റും. ദെൻ എക്സാംസ് അല്ലേ. അപ്പോൾ നമ്മൾ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു, ലൈവ് സെഷനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് എക്സാംസ് എങ്ങനെയായിരിക്കും കണ്ടക്ട് ചെയ്യുക, എക്സാംസ് ഉണ്ടാവുമോ അതോ ജസ്റ്റ് ക്ലാസ് ആണോ, ജസ്റ്റ് ലൈവ് സെഷൻസ് മാത്രമാണോ? അല്ല, ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിൻ്റെ എക്സാംസും നടത്തുന്നുണ്ടാവും. അപ്പോൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ അപ്പോൾ ക്ലാസ് കാണാനുള്ള ഷെഡ്യൂൾ നിങ്ങൾക്ക് തരും. അപ്പോൾ ഓരോ ചാപ്റ്ററിലും പല ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാവുക. അതിൻ്റെ ഷെഡ്യൂൾ വീഡിയോ നമ്പറൊക്കെ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഷെഡ്യൂൾ വരും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിവിഷൻ ഉണ്ടാവും, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും. ഒരുമിച്ചായിരിക്കും റിവിഷനും ഡൗട്ട് ക്ലിയറിംഗ് സെഷനൊക്കെ നടക്കുന്നുണ്ടാവുക. അതും കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ എക്സാംസ് കണ്ടക്ട് ചെയ്യുക, ചാപ്റ്റർ വൈസ് എക്സാംസ് കണ്ടക്ട് ചെയ്യുക. അത് ആപ്പ് ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. കൂടുതലും അത് MCQ മോഡൽ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ വാല്യുവേഷൻ നമുക്ക് ആപ്പ് വഴി തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങൾ എക്സാം എപ്പോഴാണോ തീരുന്നത് ആ സമയം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും, എത്രത്തോളം നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ട് അല്ലാത്തതെന്നൊക്കെയുള്ള ഓട്ടോമാറ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ട്രിപ്പിൾ ഐ ആപ്പ് വഴി അത് കിട്ടുന്നുണ്ടാവും.
ദെൻ അതർ ദാൻ MCQ എക്സാംസ്, ഇപ്പോൾ അക്കൗണ്ട്സ് ഒക്കെ അതർ ദാൻ MCQ എക്സാംസും ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ സജസ്റ്റഡ് ആൻസേഴ്സും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ആ ഒരു സബ്ജക്റ്റിൻ്റെ ലൈവ് സെഷൻ എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ടീച്ചേഴ്സിനെ പരമാവധി ആ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുക, അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ നടക്കുന്ന എക്സാംസ് ഉണ്ടാവുക. അതുപോലെ തന്നെ ടേം എക്സാമിന് മുമ്പും പബ്ലിക് എക്സാമിനൊക്കെ മുമ്പേ അതിൻ്റെതായ രീതിയിലുള്ള പ്രീവിയസ് ഇയർ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസുകളും ഉണ്ടാവും. അപ്പോൾ ഇതായിരിക്കും എക്സാംസിൻ്റെ ഒരു രീതി. ചാപ്റ്റർ വൈസ് എക്സാം മോഡ് മോസ്റ്റ്ലി ത്രൂ MCQ ആയിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ദെൻ ട്രിപ്പിൾ ആപ്പ് വഴിയാണ് MCQയുടെ എക്സാംസുകൾ നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മാർക്സ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതർ ദാൻ MCQ ക്വസ്റ്റ്യൻസ് നമുക്ക് സബ്ജക്റ്റ് വൈസ് പ്രീവിയസ് ഇയർ ഡിസ്കഷൻ, സബ്ജക്റ്റ് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും ഉണ്ടാവും കേട്ടോ. അതായത് എക്സാമിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ടേം എക്സാമിൻ്റെ സമയത്തൊക്കെ ഓരോ സബ്ജക്റ്റിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻസ് അതിൻ്റെ റെക്കോർഡിങ്സും ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതർ ദാൻ MCQ ക്വസ്റ്റ്യൻസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ട്രിപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ എക്സാം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ സജസ്റ്റഡ് ആൻസേഴ്സ് അയച്ചു തരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ എനിക്ക് എവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എക്സാം എഴുതുക, പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ എക്സാം കഴിയുമ്പോൾ തന്നെ സജസ്റ്റഡ് ആൻസേഴ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവും. അപ്പോൾ രണ്ടും കൂടെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാനും എല്ലാം പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സാമിൻ്റെ ഒരു കേസിൽ നടക്കുന്നുണ്ടാവുക. ഇനി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടത് നിങ്ങളുടെ ആപ്പിലൂടെ PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. PDF നോട്ട്സ് നിങ്ങൾക്ക് ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അതിൻ്റെ PDF ഫയൽസും ആപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ആപ്പിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക, നോട്ട്സുകൾ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ആപ്പിൽ തന്നെ ഓരോ ചാപ്റ്ററിൻ്റെ താഴെ തന്നെ ആയിട്ട് ആ ചാപ്റ്ററിൻ്റെ നോട്ട്സ്, ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആകുമ്പോൾ അതിൻ്റെ നോട്ട്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ PDF നോട്ട്സ് അതിലുണ്ടാവും. അപ്പോൾ ഇതും ഗോദ ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇത്രയായിരിക്കും ഗോദ ബാച്ചിലൂടെ അക്കാഡമിക് കണ്ടന്റുകളായിട്ട് എനിക്ക് പറയാനുള്ളത്. അതായത് സബ്ജക്ട്സ് ഏതൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ്, അത് ഏതൊക്കെ ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞു. ക്ലാസ്സസിൻ്റെ കാര്യങ്ങൾ, റെക്കോർഡ് ബേസ്ഡ് ക്ലാസ്, സ്റ്റുഡിയോ ബേസ്ഡ് റെക്കോർഡ് ക്ലാസ് എന്ന് പറഞ്ഞു. ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അല്ലെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലൈവ് സെഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് പറഞ്ഞു. ദെൻ എക്സാംസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് പറഞ്ഞു. മെറ്റീരിയൽസ് ആപ്പിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, സോഫ്റ്റ് കോപ്പി ആയിരിക്കും, ആപ്പിലായിരിക്കും അതിൻ്റെ മെറ്റീരിയൽസ് കാര്യങ്ങൾ അവൈലബിൾ ആവുക എന്നുള്ളത് പറഞ്ഞു. പിന്നെ ഇതിന് പുറമെ നമ്മൾ എക്സാം ബേസ് ചെയ്തിട്ടുള്ള യൂട്യൂബ് പ്രോഗ്രാംസ് ഉണ്ടാവും, കുറച്ചും കൂടെ റിലേറ്റ് ചെയ്തിട്ടുള്ള പബ്ലിക്കിന് വേണ്ടി നടത്തുന്ന, നിങ്ങൾക്കും അതിൻ്റെ ഭാഗമാകാം. അതിലുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കമ്മ്യൂണിറ്റീസിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും, അതും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ റിവിഷൻസ് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ യൂട്യൂബിലൂടെ കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. സോ ദിസ് ഈസ് അബൌട്ട് +2 കൊമേഴ്സ് ട്യൂഷൻ. ഈ ട്യൂഷൻ്റെ പേരെന്ന് പറയുന്നത് ഗോദ ബാച്ച് എന്നാണ് കേട്ടോ. എന്താണ് ഇതിൻ്റെ പേര്? ഗോദ ബാച്ച് എന്നാണ്. +2 കൊമേഴ്സ് ട്യൂഷനാണ്. 2025-26 പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊമേഴ്സ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഗോദ ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടീച്ചേഴ്സ്. നിങ്ങൾക്ക് ഇവിടെ അറിയാം, ഇപ്പോൾ ഹരിസാറിന് അറിയുന്നുണ്ടാവും. ഹരിസാറുണ്ട്, ബിൻസി മിസ് ഉണ്ട്, മരിയ മിസ് ഉണ്ട്, റൈച്ല മിസ് ഉണ്ട്, അൻസിയ മിസ് ഉണ്ട്, ശ്രുതി മിസ് ഉണ്ട്, ബ്രിജിത മിസ് ഉണ്ട്, ദെൻ വിഷ്ണു സാർ ഉണ്ട്. ഈ ഒരു ടീം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു അധ്യാപകരോട് കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തവണ ഫുൾ A+ എന്നുള്ള ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പുറമെ വേറെന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കോർഡിനേറ്റേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. ദെൻ ഇപ്പോൾ പാരൻസിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ പാരൻസിന് വേണ്ടിയിട്ട് ഓരോ എക്സാം കഴിയുമ്പോഴും അതിൻ്റെ റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ പാരൻസിന് ഇൻഡിവിജ്വലി അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും പോകുന്നുണ്ടാവും നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ പാരൻറ്റിൻ്റെ നമ്പറിലോട്ട് ആ കുട്ടിയുടെ മാർക്സ് കാര്യങ്ങൾ, അവൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ആ ഒരു ആപ്പിൽ നിന്നും പോകുന്നുണ്ടാവും. പിന്നെ സ്റ്റുഡൻസിന് വരുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ദിസ് ഈസ് അബൌട്ട് +2 കൊമേഴ്സ് ട്യൂഷൻ ഗോദ ബാച്ച്.